ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യലായിട്ട് ഇൻഫർമേഷൻ ഈ തടി പിടിച്ചെടുക്കുമ്പോൾ തടിയിൽ ഡീസലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഡീസലിൻ്റെ സാന്നിധ്യം ആ തടിയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഡീസൽ ടാങ്ക് താഴെയാണ്, വാഹനം മറിഞ്ഞിട്ടുണ്ടാവാം, അതിൽ ഡീസൽ ടാങ്കിൽ നിന്ന് ഡീസൽ ഒലിച്ചിട്ടുണ്ടാവാം. ഡീസൽ ഒലിച്ച് തടിയിൽ പറ്റാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനുള്ള ഒറ്റ ഉത്തരം നമ്മുടെ മുന്നിലുള്ളത് ഒരു പോസിബിലിറ്റി, മലയിൽ നിന്ന് ഇടിഞ്ഞു വീഴുമ്പോൾ തന്നെ ലോറി കരണം മറിഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ കരണം മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവഴി ഈ ടാങ്കർ പൊട്ടുകയും മുകളിലുള്ള ഈ തടിക്കഷ്ണങ്ങളിലേക്ക് ആ സ്ഥലത്തുകൂടി ലോറി നീങ്ങിപ്പോകുമ്പോൾ ആ ഭാഗത്ത് ഡീസലിൻ്റെ സാന്നിധ്യം ഈ തടിയിൽ പറ്റിയിട്ടുണ്ടാവാം. അങ്ങനെ പുഴയിലേക്ക് വീഴുന്ന സമയത്ത് ടാങ്കർ ചോർന്ന് അതിന് മുകളിൽ കിടക്കുന്ന, ഒരു പക്ഷേ ലോറി ചരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ ടാങ്കറിൻ്റെ ഭാഗത്തേക്കാണ് ചരിഞ്ഞിട്ടുള്ളതെങ്കിൽ ഡീസൽ ചോർന്ന് ആ തടിക്കഷ്ണങ്ങളിൽ പറ്റിയിട്ടുണ്ടാവാം. ആ പ്രോബബിലിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു കാര്യം ഉറപ്പാണ്, ലോറി നേരെയല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോറി വെള്ളത്തിൽ വീണിട്ടുണ്ട്, നമ്പർ 1. നമ്പർ 2, ഡീസലുമായിട്ടുള്ള സ്പർശം ഈ തടിക്കുണ്ടായിട്ടുണ്ട്. ലോറിയുടെ മുകളിലുള്ള തടിയിൽ ഈ ഡീസൽ സ്പർശം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ലോറി ഇപ്പോൾ കിടക്കുന്നത് പഴയ പൊസിഷനിലല്ല. ലോറി പലതവണ കരണം മറിഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പലതവണ മറിഞ്ഞിട്ടുണ്ടാവാം, സൈഡ് ചരിഞ്ഞിട്ടുണ്ടാവാം. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ നേവിയുടെ റഡാർ സോണാർ സംവിധാനത്തിൽ ലഭിച്ച സിഗ്നൽ പറയുന്നത് ലോറി ചരിഞ്ഞ് കിടക്കുന്നുണ്ടാവാം എന്നതാണ്. തടികൾ ഒരുമിച്ചെത്തിയിട്ടുണ്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പുഴയിൽ ലോറി മണ്ണിനടിയിൽ കിടക്കുന്നു, അതിൽ ഡീസലിൻ്റെ അംശം വെള്ളത്തിലുണ്ട്, ഡീസലിൻ്റെ അംശം തടിയിലുമുണ്ട് എന്ന് പറയുമ്പോൾ ഡീസൽ ടാങ്ക് തുറന്നിട്ടുണ്ട്, ഡീസൽ ടാങ്ക് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോറി മുകൾ ഭാഗത്തു നിന്ന് മണ്ണ് നീക്കി വരുമ്പോൾ മറിഞ്ഞിട്ടുണ്ടാവാം. അത് കരയിൽ തന്നെ മറിഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറിഞ്ഞാണ് ഇത് പതിച്ചിട്ടുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വിവരമാണ്. ഇപ്പോൾ സുലൈമാൻ ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 8 കിലോമീറ്റർ അകലെയാണ് ഈ തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയത്. ആ തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയ സുലൈമാൻ്റെയും സംഘത്തിൻ്റെയും പ്രതികരണമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ സുലൈമാൻ്റെ സംഘം സുലൈമാൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത തടിയുടെ കഷ്ണം നമുക്ക് അതിൻ്റെ ദൃശ്യം വളരെ വ്യക്തമായി പ്രേക്ഷകർക്ക് നമ്മൾ എത്തിക്കുന്നു. PA1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന തടിക്കഷ്ണമാണിത്. അതിൻ്റെ ഇമേജാണ് പ്രേക്ഷകർ കാണുന്നത്, സൂം ഇമേജാണ്. ആ PA1 തന്നെയാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന PA1. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ എല്ലാം സൈഡിൽ PA1 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. PA1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന തടി വളരെ ക്ലിയറാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അർജുൻ്റെ ലോറി പുഴയിൽ പോയി എന്ന് മാത്രവുമല്ല, പുഴയിലെ വെള്ളത്തിൽ ആ ഡീസലിൻ്റെ അംശം, തടിയിൽ ഡീസലിൻ്റെ അംശമുണ്ട് എന്ന ഏറ്റവും നിർണായകമായ മറ്റൊരു വിവരം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഈ ദൗത്യസംഘത്തിന് നമ്മൾ കൊടുക്കുകയാണ്. ഇത് തടി പിടിച്ചെടുത്തവരുടെ വീട്ടിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ്. ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിലാണ് ഇപ്പോൾ ഞങ്ങളുടെ വാർത്താസംഘം നിൽക്കുന്നത്. അവിടെ ഈ വൈകുന്നേരം, ഈ രാത്രിയിൽ നമ്മളോട് പ്രതികരിച്ചത്, നമ്മളോട് സഹകരിച്ചത് സുലൈമാൻ്റെ കുടുംബമാണ്, സുലൈമാനും സംഘവുമാണ്. ഈ സമയത്ത് രാവിലെ 10 മണിയോടുകൂടി, അപ്പോൾ വളരെ ക്ലിയറാണ്, 16-ാം തീയതി രാവിലെ അപകടം 8:45 ഉണ്ടാവുന്നു. 9 മണിക്ക് മുമ്പ് ലോറി പുഴയിലേക്ക് വീഴുന്നു. പുഴയിലേക്ക് വീഴുമ്പോൾ ലോറി പലതവണ കരണം മറിഞ്ഞിട്ടുണ്ടാവാം. ലോറിയുടെ ടാങ്ക് പൊട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് ഡീസൽ പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ ഡീസൽ പുഴയിൽ പടർന്നിട്ടുണ്ട്. പുഴയിൽ പടർന്ന ഡീസലിൽ നിന്ന് ഈ തടിക്കഷ്ണങ്ങളിലേക്കും ഡീസൽ പകർന്നിട്ടുണ്ട്. ഡീസൽ കൈകൊണ്ട്, ഈ തടിക്കഷ്ണം കൈകൊണ്ട് തൊടുമ്പോൾ പോലും ഡീസൽ കയ്യിൽ സ്പർശിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വളരെ ക്ലിയറാണ്. ലോറിയുടെ ഡീസൽ ടാങ്ക് പൊട്ടത്തക്ക രീതിയിലുള്ള ഒരാഘാതം അതിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡീസൽ ടാങ്ക് വേർപെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മെഷീൻ, ആ വാഹനം കിടക്കുന്നത് നേരെയുള്ള പൊസിഷനിലല്ല, ചെരിഞ്ഞുള്ള പൊസിഷനിലാണ് എന്ന് സോണാർ വിഭാഗം പറയുന്നു. പക്ഷേ ആ സ്പോട്ടിലല്ല ഇപ്പോൾ ഇന്ദ്രപാലൻ്റെ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു തെളിവാണ്. പക്ഷേ അത് വളരെ നിരാശയുള്ളൊരു തെളിവ് കൂടിയാണ്. കാരണം ആ വാഹനം പലതവണ തലകീഴായി മറിഞ്ഞായിരിക്കാം ഒരുപക്ഷെ പുഴയിലെത്തിയിട്ടുണ്ടാവുക. അതിൻ്റെ ഡീസൽ ടാങ്ക് പൊട്ടുകയോ ഡീസൽ ചോർന്ന് പുഴയിലും ഒപ്പം തടിയിലും എത്തണമെങ്കിൽ, കാരണം ലോറിയുടെ മുകളിലാണ് തടിക്കഷ്ണങ്ങൾ വെച്ചിരിക്കുന്നത്. ആ തടിക്കഷ്ണങ്ങളിൽ ഡീസൽ പറ്റണമെന്നുണ്ടെങ്കിൽ, ഡീസലുമായിട്ടൊരു ടച്ച് വരണമെങ്കിൽ ഡീസലിൻ്റെ ഭാഗം മുകളിലേക്ക് വരണം. അപ്പോൾ സ്വാഭാവികമായും തലകീഴായി പലതവണ മറിഞ്ഞാവാം ലോറി ഈ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ അവിടെയും വെച്ച് വീണ്ടും ലോറി ഒരിക്കൽ കൂടി മറിഞ്ഞിട്ടുണ്ടാവാം എന്നുള്ളതാണ്. അത്ര ആശ്വസിക്കാവുന്നൊരു വാർത്തയല്ല, പക്ഷേ നിർണായകമായൊരു തെളിവാണ് ഇപ്പോൾ സുലൈമാനും സംഘവും നമുക്ക് നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം കഴിഞ്ഞ 10 ദിവസമായി, നമ്മൾ എത്തിയതിനു ശേഷം കഴിഞ്ഞ 7 ദിവസമായി തുടർന്ന്
തുടർച്ചയായി ഈ വാർത്തയ്ക്ക് പിന്നിൽ വിവിധ ആളുകളുടെ പ്രതികരണങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. നിർണായകമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ ആ തടിക്കഷണങ്ങൾ റിപ്പോർട്ടർ TV കണ്ടെത്തി. ആ ഗ്രാമത്തിൽ നിന്നാണ് റിപ്പോർട്ടർ TV ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പ്രേക്ഷകർക്ക് നൽകുന്നത്. തടി പിടിച്ചത് സമയം 10 മണി, അപകടം നടന്നത് 9 മണി. തടി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം അപകടം നടന്ന സ്ഥലത്ത് നിന്നും 8 കിലോമീറ്റർ ദൂരത്ത്. വളരെ കൃത്യമാണ്. അപകടം നടന്ന സമയത്ത് തന്നെ തടിയും ലോറിയും പുഴയിലേക്ക് പോയി. ആ സമയം തന്നെ പുഴയിലേക്ക് പോയിട്ടുണ്ട്. ആ സമയം തന്നെ പുഴയുടെ മധ്യത്തിൽ പോയിട്ടുണ്ട്. പുഴയുടെ ആഴങ്ങളിൽ പോയിട്ടുണ്ട്. ആ ആഴങ്ങളിൽ മണ്ണ് വന്ന് മൂടിയിട്ടുണ്ട്. പുഴയുടെ ആഴങ്ങളിലേക്ക് പോകും മുമ്പ് ഈ ലോറിയുടെ ടാങ്ക്, പ്രേക്ഷകർ നോക്കൂ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് വൈറ്റൽ ഇൻഫർമേഷനാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ടാങ്കിൻ്റെ ഭാഗം കൂടി പ്രേക്ഷകർക്ക് ഇപ്പോൾ വ്യക്തമാക്കി തരാം. എവിടെയാണ് ആ ഡീസൽ ടാങ്ക് ഉള്ളത് എന്നത് പ്രേക്ഷകർക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് തടിയുമായി ഒരു ടച്ച് വരാനുള്ള സാധ്യതയുള്ളത് എന്നത് കൂടി നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നോക്കൂ, ഇതാണ് നമ്മളുടെ പ്രിയപ്പെട്ട അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിൻ്റെ ട്രക്ക്. ഇതാണ് ഡീസൽ ടാങ്ക്. ഈ ഡീസൽ ടാങ്കിൽ നിന്ന് ഡീസൽ മുകളിലെ തടികളിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഡീസൽ ടാങ്കിൽ നിന്നുള്ള ചോർച്ചയുണ്ടാവണം. ആ ഡീസൽ ടാങ്കിൽ നിന്നുള്ള ചോർച്ച മുകളിലേക്ക് എത്തണം എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. ഒരു പോസിബിലിറ്റിയാണ്, ഒരേ ഒരു പോസിബിലിറ്റി മാത്രമാണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡീസലാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്, പാചകവാതകമല്ല. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, ഒരു സാധ്യത കൂടിയുണ്ട്. ഇനി ആ സാധ്യത നമുക്ക് വിശ്വസിക്കാം. ഈ ലോറിയുടെ ടാങ്ക് പൊട്ടാതെ തന്നെ മറ്റൊരു ട്രക്ക് കൂടി പോയിട്ടുണ്ട്. ആ ട്രക്കിൻ്റെ ഡീസൽ വേണമെങ്കിലും ചോരാം. അപ്പോൾ ആ പോയിരിക്കുന്നത് കണ്ടെയ്നർ ട്രക്കാണ്. അതായത് HP-യുടെ ക്യാപ്സ്യൂൾ ട്രക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ട്രക്കിൻ്റെ എൻജിൻ ഭാഗം ഇനിയും കിട്ടിയിട്ടില്ല. ആ ഭാഗത്തൊരു പക്ഷേ ഈ ടാങ്കർ ഇതേപോലെ ചോർന്നിട്ടുണ്ടാവാം. പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത നിർഭാഗ്യവശാൽ അർജുൻ ഓടിച്ച ലോറിയുടെ ടാങ്കർ പൊട്ടുകയും അത് ഈ മരത്തടിയിലേക്ക് പടർന്നുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ടാങ്കർ ലോറിയിൽ നിന്ന് ഡീസൽ ഒന്ന് ചോർന്ന് മുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതാണ് സാധ്യത.